അവർക്ക് പോണോന്നുമില്ല, എനിക്ക് അവരെ വിടണമെന്നുമില്ല. എങ്കിലും ഒരു 4-5 ദിവസത്തിനുള്ളിൽ പോകേണ്ടി വരും. അത് പിന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളില്ലേ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ. അതെ അതെ, അല്ലാന്നല്ല. എന്നാലും പോണേന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്തു വെച്ചാൽ കൊള്ളാവുന്നുണ്ട്. തന്നോടെങ്ങനെ വിവരം പറയാതിരിക്കുന്നേ? ആ എഴുത്തുകാരൻ മാധവൻ പിള്ളെ വിളിച്ച് ഒരു പത്രം എഴുതിക്കണം. എന്റെ എല്ലാം, എനിക്കുള്ളതെല്ലാം എന്റെ പാച്ചുവിന്റെ പേർക്ക്. അല്ല, ഇപ്പൊ എഴുതിയില്ലേലും എനിക്കുള്ളതെല്ലാം എന്റെ കാലം കഴിഞ്ഞ അവനുള്ളത് തന്നെയാ, അല്ലാതെ വേറെ ആർക്കാ? എന്നാലും അതല്ല, അങ്ങ് എഴുതിപ്പിക്കണം. എന്താ, അതല്ലേ അതിന്റെ ശരി? അതെ. ഭാസിയുടെ കോള് ഹോളിഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടണം. അവൻ ഈ നാട്ടിൽ കിടക്കട്ടു. ആർക്കറിയാം, എന്നെങ്കിലും ഒരിക്കൽ ഞാനും താനും ഒക്കെ മരിച്ചു കഴിഞ്ഞ് അവനും പ്രായമായി കഴിയുമ്പോ ചിലപ്പോ എന്റെ ആ പഴയ വീട്ടിലായിരിക്കില്ല അവൻ വന്ന് താമസിക്കുന്നതെന്ന്. ഒന്നും പറയാൻ പറ്റില്ല എന്റെ കാരണവരെ. ചിലപ്പോ അന്ന് അവനായിരിക്കില്ല എന്റെ ഈ പഴയ ഹോസ്പിറ്റലിലെ ചീഫ് വിസിറ്റ് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. നിധി എങ്കി നിധി. 2 ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കിട്ടിയാൽ എനിക്കെന്തോ തരും? പറ, എന്താ സംഭവം ആദ്യം അണ്ണം പറ. അത് പിന്നെ കിട്ടിയാൽ എനിക്കെന്തോ തരും? കവലയാണെന്ന് എന്നെ ചങ്കിയാൻ പറിച്ചു തരും. അതൊന്നും വേണ്ട, 100 രൂപ തന്നാ മതി. 100 രൂപയോ? അയ്യ വേണ്ട, പറയണ്ട, പറയാതെ തന്നെ അറിഞ്ഞോളാം. അയ്യോ കുഞ്ഞേ, അദ്ദേഹത്തെ അടുത്ത് പോയി ചോദിക്കല്ലേ. രഹസ്യമായിട്ട് എന്നെ വിശ്വസിച്ച് പറഞ്ഞ സംഗതി. അതങ്ങനെയാടാ, അതങ്ങനെ വരൂ. ഒരു സാക്ഷി ഇട്ടട്ടെ. ഇനി ആരാ? രഞ്ജിത്ത് മേനോൻ. കഴിഞ്ഞു, പ്രമാണമായി. ചെലവ് ചെയ്യണം. ഇവനെവിടുന്ന പ്രശ്നമില്ല. കുഞ്ഞേ, ചെലവൊക്കെ പിന്നെ ആദ്യം എനിക്ക് തരാനുള്ള 100 രൂപ തന്നിട്ട് ഇനി വാ, എടുത്തു വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അമ്മയെ ഈ വിവരം ഒന്ന് അറിയിക്കണ്ടേ, മോന് ലോട്ടറി അടിച്ച കാര്യം? പിന്നെ ഭാനുവിന് ഞാൻ എഴുതുന്നുണ്ട്. അങ്ങനെ ഈ വീട് ആർക്കും ഇല്ലാതായി. ചെതലും കയറി തുരുമ്പും പിടിച്ച് കഷ്ടം. അങ്ങനെ ഒന്നങ്ങ് പറഞ്ഞു കളയാ സാറേ. ഞാനിവിടെ വരും. വയസ്സുകാലത്തെങ്കിലും കുറെ നാൾ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടറായിട്ട് ആദര സേവനം അനുഷ്ഠിക്കും. എന്നിട്ട് സന്ധ്യ നേരത്ത് അപ്പൂപ്പിനെ പോലെ അവിടെ ആ മുറ്റത്തിരുന്ന് ചീട്ട് കളിക്കും. അപ്പ ഈ അമ്മൂമ്മ ജീരകൊള്ളം കൊണ്ട തരും. ചില പഴയ കഥയിലൊക്കെ ഉണ്ടല്ലോ, എവിടുന്നോ ചില എംബോക്കികൾ തെണ്ടിത്തിരിഞ്ഞു വന്നിട്ട് അവസാനം രാജുവും കിട്ടി രാജകുമാരിയും കിട്ടി എന്ന മട്ടിൽ അവസാനിക്കുന്നത്. അതുപോലെയായി ഇവന്റെ കാര്യം. ഞാൻ നിങ്ങൾ രണ്ടാമത് ആയുധം എടുക്കാണോ? ആ
ഇനിയിപ്പോ വലയിടാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ വെറുതെ കാശ് ചെലവ്. കാശിന്റെ കാര്യമൊന്നും നിങ്ങൾ അറിയണ്ട. എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാം. എവിടെ കിട്ടും മരക്കാരും മംഗലുകാരും? ആ, അതൊന്നും എനിക്കറിയാൻ മേല. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാ അവര് ചിലപ്പോ ബോട്ട് കൊണ്ട് നടക്കും. അത് അവിടെ കാശെറിഞ്ഞാൽ. ആണോ? ആ, ആരേലും ഒരാൾ പോയി പറഞ്ഞു നോക്ക്. ഒരാളോടെ നിക്ക്. വാ പോകലാ. ബോട്ട് ഇറക്കുന്നതൊക്കെ ഞാൻ ഇറക്കിച്ചോളാം. അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. പക്ഷെ സംഗതി നിങ്ങൾക്ക് ഉടനെ ഇവിടെ നിന്ന് പോകാൻ പറ്റിയില്ല. ഒരാള് മിസ്സിങ്ങാ. എനിക്ക് കേസ് ചാർജ് ചെയ്യാണ്ടിരിക്കാൻ ഒക്കില്ല. സാർ, ഞങ്ങൾ ഒന്നിച്ച്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ കേസ് മാൻ മിസ്സിങ്ങാ എന്ന് പറഞ്ഞാ ബോഡി കിട്ടി പോസ്റ്റ്മോർട്ടം നടത്തി നാച്ചുറൽ ഡെത്ത് ആണെന്ന് തെളിയുന്നത് വരെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് പോകാൻ സാധിക്കില്ല. നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വന്നത്. ഒന്നാമത് നിങ്ങൾ ഈ നാട്ടുകാരല്ല. സാർ, ഇപ്പൊ ഞങ്ങളെ ഈ നേരത്ത് ലോക്കൽ അഡ്രസ് വല്ലതും ഉണ്ടോ വന്ന് ജാമ്യം എടുത്തോണ്ട് പോവാൻ? ഉണ്ടോ? ഉണ്ട്. ആരാ? മേലെ വീട്ടിലെ തമ്പി സാർ. റെയിൽവേ ഡിവിഷനിൽ അക്കൗണ്ട് ഉണ്ടായിരുന്ന റിട്ടയർ ചെയ്ത തമ്പി സാറിന്റെ ഈ തെരയെ പോയ പയ്യൻ തമ്പി സാറിന് വേണ്ടപ്പെട്ടതാണോ? അതെ. ആരായിട്ട് വരും?
ക്ലോസ് റിലേറ്റീവ് ആണ്. വിവരം അറിയിച്ചാൽ അദ്ദേഹം വന്ന് ജാമ്യത്തിൽ എടുത്തോളൂ. വേണ്ട, വിളിക്കണ്ട. അങ്ങനെ പെട്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആണ്. ഞങ്ങൾ ആരെങ്കിലും ചെന്ന് സ്ലോ ആയിട്ട് കാര്യം പറഞ്ഞ് പരമശിവം സാർ. നീ ഒന്ന് ചെയ്യ്. ജീപ്പ് എടുത്ത് ഇതിൽ ഒരാളെയും കൂട്ടിയിട്ട് പോയി അവരെയും കൂട്ടിയിട്ട് ഇങ്ങവാ. സാർ. ഒരാൾ പോയാൽ മതി. ഒരാളോടെ നിൽക്ക്. എന്തു പറയും? എനിക്കറിയില്ല. ആഹാ, താനായിരുന്നോ? ഒരു വണ്ടിയുടെ ശബ്ദം പോലെ തോന്നി. എവിടെ മറ്റ് ശിശുപാലന്മാരൊക്കെ? யாரு பரமசிவமா? ஆமாங்க. நீ ஏன் இங்க? മറ്റു മൂന്നാളും എവിടെ? ഏണ്ടാ ഇത്? സാർ നീങ്ക സ്റ്റേഷൻ വരണു വാങ്ക. ഓ, അപ്പൊ മറ്റു വിദ്വാൻമാരെല്ലാം അവിടെ കുടുങ്ങിയിരിക്കുക. എന്നാ പരമശിവം? അവളോതാനാ പറവാല്ലേ. ചെറുപ്പക്കാരായാൽ ഒരിക്കലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിരിക്കണം. ഇതെന്താ മണല്? കടപ്പുറത്ത് പോയായിരുന്നു? ഞങ്ങളെല്ലാരും കൂടെ കടലിൽ കുളിക്കായിരുന്നു. പെട്ടെന്ന് തെര പൊങ്ങി. ലോപ്പസും ഭാസ്കറും തെരയപ്പെട്ടു. ലോപ്പസ് മാത്രമേ തിരിച്ചു വന്നുള്ളൂ.